സുഫീജേ, ഞാൻ അതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഞാൻ മേൽക്ക് അട്ടി വെക്കിട്ടാ. എനിക്കിന്നൊരു കളിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. ആ ശരി. ഷഫീഖേ, ഇത് കുറച്ചുള്ളൂടാ, അതും കൂടെ ഒന്ന് തേച്ചേക്കോ. ഞാൻ എൻ്റെ പെങ്ങളെ മോൻ ഗൾഫ് പോകുന്നു. ഞാൻ ഒന്ന് പോയിട്ട് വരാം. കുറച്ചുള്ളൂ. എടാ എനിക്കിവിടെ ഒരുപാട് പണിയുണ്ടടാ. പ്ലീസടാ, ഒരു ദിവസം കൂടെ ഉള്ളൂ. ഇതാ ഇതും കൂടെ ഒന്ന് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു കല്യാണം. ഒരു മിനിറ്റ് പോവല്ലേ. എടാ സർഫ്, ഇത് ഒരുപാടുണ്ടല്ലോ. എൻ്റെ വർക്ക് തന്നെ ഇവിടെ ഒരുപാട് പെൻഡിങ് കിടക്കുകയാണ്. ഇങ്ങനെ എപ്പോഴും കല്യാണത്തിനും പരിപാടിക്കും പോയിട്ട് ഇന്നാളെ ഞാൻ എൻ്റെ വർക്ക് ചെയ്തിന് ഈ പൈസ തരാന്നുണ്ട്, ഇതുവരെ ഈ തന്നതും ഇല്ലല്ലോ. ഈ എന്നോട് പൈസന്റെ കണക്ക് വരിക, എനിക്കിവിടെ ജോലിയാക്കി തന്നത് ഞാനല്ലേ. എന്നാൽ ഈ പോയിക്കോ, ഞാൻ ചെയ്തോളാം. നോക്കാം, അതൊന്ന് കണ്ടോക്കാം. പിലാപ്പില ടീമിന്റെ ഒരു പരിപാടിയാണ്. ഈ കല്യാണം കഴിഞ്ഞ് വന്നാ? ആ, മൻസൂറാക്ക, എന്റെ സർഫോ ഷെഫീക്ക് മൊബൈലിനെ കളിച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് സമയമായി. ഞാൻ എൻ്റെ പണിയൊക്കെ തീർത്ത്. തന്നെ ഷെഫീക്ക, ഇജെന്താ മൊബൈൽമ കളിച്ചിരിക്കുക? ഇവിടെ എത്ര പണി ബാക്കിണ്ട്. ജി തേച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഈ മൊബൈൽമ കണ്ട ഒക്കെ കത്തി പോയിട്ടാണ് ആരോ ഇതിനൊക്കെ സമാധാനം പറയലേ. ഇജുള്ള പണി മുഴുവൻ ആ ചെക്കനെ കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട്. അർഹതയില്ലാത്ത സഹായങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കുക, അല്ലെങ്കിൽ അതൊരു ശീലമാകും. ആ ഒരു ശീലം പിന്നീട് ഒരു കൈതയെപ്പോലെ ഭാരം ചുമക്കേണ്ടി വരും.